ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അത് എവിടം വരെ എത്തും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ എൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിന് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫോർ മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് പറയാൻ പോകുന്നത് റിഗാർഡിങ് പ്രൈസ് ആക്ഷൻ. അപ്പോൾ ബിറ്റ്കോയിൻ വന്ന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും താഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനിടയിൽ ഒരു റിലീഫ് റാലി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2026 ഒരു ഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 66,000 ആണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ്. അത് ഇനി താഴാനാണ് സാധ്യത. ഒന്നും കൂടി ഈ ഒരു പോക്കറ്റിൽ, അതായത് ഈ പറയുന്ന 40,000 to 59,000 ആ ഒരു പോക്കറ്റിൽ വീണ്ടും വാഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് മുന്നേ ഒരു റിലീഫ് റാലി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ലോങ് ലിക്വിഡേഷൻസ് അതുപോലെ തന്നെ ഷോർട്ട് ലിക്വിഡേഷൻ്റെ റേഷ്യോ നോക്കുമ്പോൾ മാർക്കറ്റ് ഒന്നും കൂടി പ്രൈസ് ആക്ഷൻ കൂടുന്നതാണ് മാർക്കറ്റിന്, അല്ലെങ്കിൽ മാർക്കറ്റ് മേക്കേഴ്സിന് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബൈനാൻസ്, കോയിൻ ബേസ്, ഇപ്പോൾ കോയിൻഡെക്സ് അതുപോലുള്ള കമ്പനീസിന് അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ പ്രകാരം പ്രൈസ് ഒന്നുകൂടി കയറുമ്പോഴാണ്. അത് കാരണത്താൽ പ്രൈസ് ഒന്നുകൂടി കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ആ ഒരു കയറ്റം വലിയൊരു കാറ്റം ആവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 72,000 അല്ലെങ്കിൽ ഒരു 81-82,000 ഉള്ളിലോട്ട് SMA ഗ്യാപ്പ് ഉണ്ട്. അവിടെ ആ ഒരു ഗ്യാപ്പിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് ഒന്നും കൂടെ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫ്ലഷ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് മാർക്കറ്റിൽ. അതിനുശേഷം ഒരു റിക്കവറി ഉണ്ടാവും. കാരണം വാട്ട് ഗോസ് ഡൗൺ വിൽ കം അപ്പ് ആൻഡ് വാട്ട് ഗോസ് അപ്പ് വിൽ കം ഡൗൺ എന്നൊരു പ്രിൻസിപ്പിൾ ഞാൻ ഫോളോ ചെയ്യുന്ന കാരണത്താലാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. താഴ്ന്നു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ നന്നായിട്ട് കയറും. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് ആർ ഹൈ. ഈ ഒരു സിനാരിയോയിൽ, അതായത് ഇപ്പോൾ ഒരു 2-3 മാസത്തേക്ക് ബിറ്റ്കോയിൻ നന്നായിട്ട് കയറാൻ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഞ്ചിലിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട്. ബിറ്റ്വീൻ 60,000 ആസ് വെൽ ആസ് 78 to 84,000 ഉള്ളിൽ ആ ഒരു റേഞ്ച് ലെവലിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഫ്ലഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റ് ഒന്നും കൂടെ ഡൗൺ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വൺ മോർ ടൈം അതത്രയും മാസീവ് ആവാതിരിക്കാൻ വേണ്ടി നോക്കാം. ലെറ്റ്സ് ഹോപ്പ്. ഐ ഡോണ്ട് നോ. കാരണം മാർക്കറ്റിൽ നമുക്ക് 100% കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനുശേഷം ലേറ്റ് 2026, അതായത് Q4 of 2026 നമുക്കൊരു റിക്കവറി റൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. റിലീഫ് റാലി അല്ല, റിക്കവറി റൺ. അതായത് മാർക്കറ്റ് ഒന്നുകൂടി ഉഷാറാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ഒന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുതായിട്ട് ഒരു റിലീഫ് റാലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഒരു റേഞ്ചിൽ ഇരുന്ന് ഇങ്ങനെ പോകാനാണ് സാധ്യതയുണ്ട്. ആ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ 60,000, കാരണം നല്ല വോളിയം വെച്ചിട്ടുള്ള ഒരു സ്പോട്ട് ബൈങ് ആ ഒരു സമയത്ത് നടന്ന കാരണത്താൽ 60,000 അതുപോലെ തന്നെ 84,000 ഉള്ളിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും വീണ്ടും ഒരു ഫ്ലഷ് ഡൗൺ ടു 48,000 ടു ബിറ്റ്വീൻ 48 and 60,000. ഇപ്പം ഞാൻ വരച്ചിങ്ങനെ വര പോലെ ഏകദേശം ഒരു 40 to 45 റേഞ്ചിലും അതുപോലെ തന്നെ ബിറ്റ്വീൻ 60,000ലും ഒരു വട്ടം കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിറ്റ്വീൻ ദിസ് ഹോൾ ഇയർ. അത് എപ്പോഴാണെന്ന് ഞാൻ പറയുന്നില്ല. ബിറ്റ്വീൻ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ബിറ്റ്വീൻ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു സമയത്ത് ബിറ്റ്കോയിൻ ഒരു റിക്കവറി റണ്ണിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടിൽ മേപ്പോട്ട് കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് പറയാനുള്ള മെയിൻ റീസണുകളും ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളും എല്ലാം എൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിപ്പോൾ ഫ്രീ ആണ്. ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ദർശൻ സൈനിങ് ഓഫ്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പൈസ